ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബാലൻ. ചിത്രത്തിൽ ആദിശേഷൻ, സിനാൻ, ഫർസാന പാലത്തുങ്കൽ, ടോവിനോ തോമസ്, ഗിരീഷ് ഷേഡി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ 10ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 2500, 3000, 3500, 4000 ടിക്കറ്റുകൾ വരെ പല ടൈമുകളിലും ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം 9ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,40,00,000 രൂപയായിരുന്നു. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 12,54,00,000 രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി ജൂൺ 25 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ സിനിമയാണ് അനന്തങ്കാട്. ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ്, വിജയരാഘവൻ, സുനിൽ, റജീന, കസാൻഡ്ര, നിഖില വിമൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 3ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 3 ദിവസം കൊണ്ട് 1,18,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 3 ദിവസം കൊണ്ട് 95 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 5,50,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 32,000 എന്നിങ്ങനെ 2,19,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 2,74,00,000 രൂപയാണ്. റോഷൻ മാത്യു നായകനായി M. പത്മകുമാർ സംവിധാനം ചെയ്ത് ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഉയർ. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 24,00,000 രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് 30,00,000 രൂപയായിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 54,00,000 രൂപയാണ് ഉയർ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 80-85 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, ദിഷ പട്ടാണി, ജാക്കലിൻ ഫെർണാണ്ടസ്, പരേഷ് റാവൽ, അർഷാദ് വാഴ്സി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 2 ദിവസം കൊണ്ട് 9 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 47,47,00,000 രൂപയാണ്. വിദേശത്ത് $1.20 മില്യൺ, അതായത് 11,36,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 58,83,00,000 രൂപയാണ്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 80 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയറായി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 28 കോടി രൂപയുമാണ്. ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കോൺ സിറ്റി. ഹരീഷ് ദുരൈരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ ദാസ്, അന്ന ബെൻ, യോഗി ബാബു, വടിവുക്കരച്ച് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 6 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 2 ദിവസം കൊണ്ട് 2,05,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 12,50,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി 2,16,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂൺ 26 തിയേറ്ററിലെത്തിയ മറ്റൊരു തമിഴ് സിനിമയാണ് അംഗീകാരം. കോട്ടപ്പള്ളി രാജേഷ്, സിന്ദൂരി വിശ്വനാഥൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ തെൻപതിയനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 17,90,000 രൂപയും കർണാടകയിൽ 3,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് 21,40,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തേജ സച്ച് നായകനായ ഹനുമാൻ എന്ന തെലുങ്ക് സിനിമ 4K റീമാസ്റ്റർ ചെയ്ത് ഈ ആഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. CD ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസം 17,13,000 കളക്ട് ചെയ്ത ഈ സിനിമ 2ാം ദിവസമായ വെള്ളിയാഴ്ച 12,20,000 രൂപയും ഇന്നലെ ശനിയാഴ്ച 11,50,000 രൂപയുമാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. അങ്ങനെ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 40,83,000 രൂപയാണ്. ജൂൺ 19 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് നൂറുസ്വാമി. വിജയ് ആന്റണി നായകനായ ശശി സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിൽ 9 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 7 ലക്ഷം രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി 10,20,00,000 രൂപയും കർണാടകയിൽ 48 ലക്ഷം, ആന്ധ്രയിൽ 1,08,00,000, തെലങ്കാനയിൽ 46 ലക്ഷം എന്നിങ്ങനെ 12,32,00,000 രൂപയാണ് 9 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 1,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 9 ദിവസം കൊണ്ട് നേടിയെടുത്തത് 13,52,00,000 രൂപയാണ്. 15 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 12 കോടി രൂപയ്ക്കാണ്. നിലവിൽ 9 ദിവസം കൊണ്ട് 6,46,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. രാംചരൺ നായകനായി ബുജി ബാബു സന സംവിധാനം ചെയ്ത് ജൂൺ 4 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് പെദ്ദി. ചിത്രത്തിന്റെ 23 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 57 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ 328 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 52 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 352,31,00,000 രൂപയാണ് 23 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. 215 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് നിലവിൽ തിയേറ്റർ ഷെയറായി 202,79,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 95% തിയേറ്റർ വിജയം ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.